ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് വേറെ ആരെയല്ല, നമ്മുടെ അലീനയും മനുശങ്കർ അല്ല, സോറി, ഹരിശങ്കറിനെയാണ്. അങ്ങനെ ഹരിശങ്കർ ഒരു ചായ എടുക്കാനൊക്കെ പറഞ്ഞു. നമ്മുടെ അലീന ചായ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ചായക്ക് ചൂടുണ്ടെങ്കിലേ അതെന്റെ കൈ തരണ്ട, റൂമിനകത്ത് വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ റൂമിനകത്ത് ചായ വെക്കാൻ പോയ അലീനയുടെ പുറകെ നമ്മുടെ ഹരിശങ്കർ മണത്ത് ചെന്ന് നമ്മുടെ അലീനയെ കയറി പിടിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അലീന കുറച്ച് സ്പേസ് ഒക്കെ ഇട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അലീന ചോദിക്കുന്നുണ്ട്, അല്ല എന്താ എന്താ തൻ്റെ ഉദ്ദേശം എന്ന്. അപ്പം ഹരിശങ്കർ പറഞ്ഞു, എനിക്ക് പല ഉദ്ദേശങ്ങളും ഉണ്ട്, ആ ഉദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ട് ഇനി ഹരിശങ്കർ ഇവിടുന്ന് പോകത്തുള്ളൂ. ആണോ? അങ്ങനെയാണെങ്കിൽ ഹരിശങ്കർ ഇവിടുന്ന് പോകുന്നു എന്ന് എനിക്ക് കാണണം എന്നും പറഞ്ഞ് ചായ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ അലീനയുടെ കൈ കയറി പിടിച്ചു. അലീന ചായ കയ്യിലിരിപ്പുണ്ടായിരുന്നു, എങ്കിലും കൈ ഇങ്ങനെ ഒരു ഒറ്റ വലി വലിച്ച് ഗ്ലാസ് നിലത്ത് വീണു പൊട്ടി. നമ്മുടെ ഹരിശങ്കറിനോട് പറഞ്ഞു, മേലാൽ ഇങ്ങനത്തെ പണിയും കാണിച്ചോണ്ട് പുറകെ വന്നേക്കരുത്, വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ലായിരിക്കും, ഇതിനപ്പുറമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അന്തസ്സായിട്ട് ഇറങ്ങിപ്പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മുടെ ഹരിശങ്കർ അങ്ങോട്ട് ചമ്മി നാറി വിളറി വെളുത്തങ്ങ് നിൽക്കുകയാണ്. ഹരിശങ്കറിന് എന്തോ പോലും ആയിപ്പോയി. ഹരിശങ്കർ എന്താണ്ടൊക്കെ ഒത്തിരി പ്രതീക്ഷിച്ചു വന്നായിരുന്നു, അതിൽ ഒന്നും കിട്ടിയില്ല നമ്മുടെ ഹരിശങ്കറിന്. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഒരു ചേച്ചി ഇങ്ങനെ അയ്യോ ഒന്നുമില്ലേ തായി എന്നൊക്കെ പറഞ്ഞു വരുന്ന പോലെ, ഒരു ഭിക്ഷക്കാരി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചേച്ചി ഇങ്ങനെ വരികയാണ്. അപ്പം ആ ഒരു ചേച്ചീനെ കണ്ടു. ആ ചേച്ചീനെ കണ്ടത്, മോളെ അതെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എൻ്റെ കുഞ്ഞിനെ വയറുവേദന, ഹോസ്പിറ്റലിൽ ചെന്നപ്പം അപ്പൻഡിക്സ് എന്നാ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഓപ്പറേഷൻ നടത്തണം. എൻ്റെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അപ്പോഴത്തേക്കും നമ്മുടെ അലീന പറയുന്നുണ്ട്, അതെന്താ 5 പൈസ ഇല്ലാത്ത കയ്യിൽ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ ചികിത്സിക്കുന്നത്? അതെ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണെങ്കിലും ഡോക്ടർക്ക് കുറച്ച് പൈസ കൊടുക്കണം. അതിനൊരു 10,000 രൂപ വേണം. എൻ്റെ കയ്യിൽ ഇപ്പം അത് 2,000 രൂപ നുള്ളിപ്പിറക്കി എല്ലാ വീടുകളിലും കയറി ഇറങ്ങി കിട്ടിയത്. ബാക്കി പൈസ ഞാൻ എവിടെ പോയി ഉണ്ടാക്കുമെന്ന് അറിയില്ല മോളെ. എനിക്ക് എൻ്റെ മോന് വേദന കൊണ്ട് അവിടെ കിടന്ന് പൊളയുക. ആ അപ്പൻഡീസ് എടുത്ത് കളയാതെ എൻ്റെ മോന് ഇനി ഒരു ആശ്വാസം കിട്ടില്ല. കണ്ടു നിൽക്കാൻ വയ്യ എനിക്ക്. പൈസ ഇല്ലാതെ വന്നാൽ മരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു മാർഗവും. അല്ല, നിങ്ങൾ ഈ പറയുന്നതൊക്കെ സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? നോക്കുമോടെ, ഡോക്ടർ റിപ്പോർട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അലീനയുടെ കൈ കൊടുത്തു. അലീന ഈ രോഗികളെ ശുശ്രൂഷിക്കാനൊക്കെ പഠിച്ചതുകൊണ്ട് തന്നെ ജസ്റ്റ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ അലീന പറഞ്ഞു, ആണോ? അല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഞാനിപ്പോൾ എന്താ തരിക? ഇത് എൻ്റെ വീടല്ല, ഞാൻ ഇവിടെ വേലയ്ക്ക് നിൽക്കുന്നതാ. അല്ല, ഇവിടുത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞ് എനിക്കൊരു 10-200 രൂപയെങ്കിലും തന്നാൽ മതി, അത്രയും നല്ലത്. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ പോയിട്ട് ഒരു 3,000 രൂപ എടുത്തോണ്ട് വന്ന് ആ സ്ത്രീയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ അലഞ്ഞു നടക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, ഈ പൈസ അതേപടി കൊണ്ടുപോയി ഡോക്ടറെ കൈ കൊടുക്കുക. 2,000 നിങ്ങളുടെ കയ്യിലുണ്ടെന്നല്ലേ പറഞ്ഞത്, അതുകൂടെ കൊടുത്തിട്ട് നിങ്ങൾ കുട്ടിയുടെ ഓപ്പറേഷൻ നടത്താൻ. അങ്ങനെ ആ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമാകാനിട്ട് പുള്ളിക്കാരി പറയുക, ഒരു 100 കോടി പുണ്യം കിട്ടും മോളെ നിനക്ക്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതുപോലെ ഉണ്ട്, മൂക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ആ പൈസയും മേടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നത്തെ സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മൂമ്മ, അതായത് മുത്തശ്ശി, വൈജയന്തിയുടെ അമ്മ ചോദിക്കാം, മോളെ പെണ്ണെ നീ എന്തിനാ ഇപ്പൊ ഇവിടുത്തെ പൈസ എടുത്തോണ്ട് പോയത് നിന്റെ ബാഗിനകത്ത് നിന്ന് ചോദിക്കുക. അപ്പൊ മുത്തശ്ശി ഇത് കണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അലീന പറഞ്ഞു, അത് പിന്നെ ഒരു ചേച്ചിക്ക് കൊടുക്കാനാണ്. ചേച്ചിക്ക് കൊടുക്കാനോ? ആ അതെ, ഒരു ചേച്ചി, ആ ചേച്ചിയുടെ കുഞ്ഞിന് ഓപ്പറേഷനാ, പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു വന്നു. ഓപ്പറേഷൻ നടത്തണമെങ്കിൽ 3,000 രൂപ വേണം അത്രേ. അതുകൊണ്ട് ഞാൻ ആ പൈസ അങ്ങ് കൊടുത്തു. എൻ്റെ പൊന്നു കൊച്ച, നീ എന്ത് പരിപാടിയാ കൊച്ച കാണിച്ചത്? ഈ 3,000 രൂപ ഒരാൾക്ക് കൊടുക്കാനോ? ആ അതിനിപ്പോ എന്താ കൊടുത്തെന്ന് പറഞ്ഞ്? അത് അവര് പാവങ്ങളല്ലേ. പാവങ്ങളോ? എന്ത് വിശ്വസിച്ച മോളെ നീ 3,000 രൂപ കൊടുത്തത്? ആരെങ്കിലും ചെയ്യുവോ? ഏതെങ്കിലും പണമുള്ള വീട്ടിൽ ആരെങ്കിലും 3,000 രൂപയൊക്കെ കൊണ്ട് കൊടുക്കുവോ? അത് പിന്നെ എനിക്ക് ഈ 3,000 രൂപയും കൊണ്ട് ഒരാവശ്യമില്ല. ഈ 3,000 രൂപ എനിക്ക് തന്നത് കൈതക്കലെ കുഞ്ഞിരാമൻ മേനോന, അതായത് മുത്തശ്ശിയുടെ ഭർത്താവ്. ഈ 3,000 രൂപ എൻ്റെ കയ്യിൽ ഇരുന്നിട്ട് ഇനി എന്ത് കാണിക്കാനാ? എനിക്കിവിടെ നിന്ന് ഭക്ഷണം കിട്ടുന്നുണ്ട്, എനിക്ക് വേറെ ആവശ്യമില്ല, കിടക്കാൻ സൗകര്യമുണ്ട്, എനിക്കിനി വേറെ ആവശ്യമില്ലല്ലോ. ഈ 3,000 രൂപ ഉപകരിക്കുന്നവർക്ക് ഉപകരിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. എൻ്റെ ബ്രിജിത്തമ്മ അവസാനമായിട്ടാണ് ഈ പൈസ എൻ്റെ കയ്യിൽ വെച്ച് തന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ പൈസ പാഴായി പോകില്ലെന്ന് എനിക്കറിയാം. ആ പൈസ നല്ലതിന് വേണ്ടി തന്നെ ചിലവാകുകയുള്ളൂ. അത് ആ കുട്ടിയെങ്കിലും രക്ഷപ്പെടട്ടെ. ഇത് കേട്ടോട്ടെ മോളെ, നിന്റെ മനസ്സ് സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നമ്മുടെ രേവതിനെയും ഗ്രേസിനെയും മാവച്ചനെയൊക്കെയാണ്. അങ്ങനെ ഗ്രേസി ഫോണിൽ അവനല്ലെങ്കിലും എന്നോട് സ്നേഹമില്ല, അവൻ ഇവിടെ നിന്നപ്പോൾ എന്തായിരുന്നു, അവനിപ്പോൾ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ കൂടെ ആരോടൊക്കെയോ സംസാരിക്കുകയാണ്. ഇതിൽ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതിയോട് ഇങ്ങനെ പറയുക, എൻ്റെ പെങ്ങടെ മോനായിരുന്നു, അവൻ ഇവിടെ നിന്നാ പഠിച്ചത്, എന്ത് ചെയ്യാനാ, ഇപ്പം തിരിഞ്ഞു നോക്കുന്നില്ല, ഇപ്പം അവന് ജോലിയായി, വേലയായി, തിരക്കായി എന്നൊക്കെയാ. സ്നേഹം ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഇങ്ങോട്ടൊന്നും വരില്ലേ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതിക്ക് പെട്ടെന്ന്, ഇവർക്ക് മക്കളൊന്നുമില്ല, പെങ്ങടെ മോനാന്ന് പറയുന്നപ്പോൾ മക്കളൊന്നുമില്ലേ, പിന്നെ ഒന്ന് ചോദിച്ചു നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് രേവതി ചോദിക്കാം, അല്ല ഞാനൊരു കാര്യം കൊച്ചമ്മയോട് ചോദിക്കട്ടെ, കൊച്ചമ്മയ്ക്ക് മക്കളൊന്നുമില്ലേ നിങ്ങൾക്ക്? ഇത് കേട്ടത് നമ്മുടെ ഗ്രേസിക്ക് ദേഷ്യം വന്നു. ഗ്രേസി, എന്താടി നീ ചോദിച്ചത്, മക്കളില്ലേ, നിനക്ക് എന്തൊക്കെയാ അറിയേണ്ടത്, നീ ഈ വീട്ടിൽ വേലയ്ക്ക് വന്നാണെങ്കിൽ വേല ചെയ്താൽ മതി, നീ കൂടുതൽ ഇവിടെ കയറി സംസാരിക്കാനോ, നീ കൂടുതൽ എന്നോട് കളിക്കാൻ വരരുത് കേട്ട പെണ്ണേ, മര്യാദയ്ക്ക് പോയി ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്നോണം. അവക്കിപ്പം വീട്ടുകാരും അറിയണം പോലും, മിണ്ടാതെ പൊക്കോന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് ഓടിച്ചു. രേവതി പാപം കരഞ്ഞൊരു മൂലയ്ക്ക് പോയി നിന്നപ്പോഴത്തേക്ക് മാമച്ചൻ വന്ന് ചോദിച്ചു, എന്ത് പറ്റി, എന്താ പറ്റിയത്? അത് പിന്നെ എന്നെ കൊച്ചമ്മ വഴക്ക് പറഞ്ഞു. ഓ, അവള് എന്നോ എന്ത് വഴക്ക് പറയുന്നു, ഞാൻ കരയുന്നുണ്ടോ? പിന്നെ നീ ഒരു കാര്യം ഓർത്തോ, കൊടുത്താ കൊല്ലത്തും കിട്ടും, നീ എനിക്കിട്ട് പണിതല്ലേ, അപ്പൊ നിനക്കിട്ട് ഞാനും തിരിച്ചൊരു പണി പണിത് അങ്ങ് കൂട്ടിക്കണ്ടാ മതി. അവള് എനിക്കിട്ട് പണിതിട്ടിരിക്കുന്നു, അതെ സാരമില്ല, ഞാൻ കരഞ്ഞോളാം, എനിക്ക് വിഷമമൊന്നുമില്ല. അല്ല, എന്ത് ചോദിച്ചപ്പോഴാണ് ഗ്രേസ് നിന്നെ വഴക്ക് പറഞ്ഞത്? അത് ഞാന് നിങ്ങളുടെ മക്കളെ കുറിച്ച് ചോദിച്ചപ്പം. എന്നാ പിന്നെ വഴക്ക് കേട്ടില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ഞങ്ങളുടെ മക്കള്, നീ ഇപ്പം ചോദിച്ചില്ലേ ഞങ്ങൾക്ക് മക്കളില്ലേന്ന്, ഉണ്ടായിരുന്നു, ഒരേ ഒരു മോന്, പുന്നാരിച്ച് വളർത്തിയ ഒരേ ഒരു മോന്. അതെ, ഒരു 2 വർഷം മുമ്പ് ഞങ്ങളുടെ മോന് ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചുപോയി. ഇത് കേട്ടതോ അങ്ങ് എന്തോ പോലെ ആയിപ്പോയിട്ട് രേവതി ചോദിക്കണ്ടായിരുന്നെന്ന് തോന്നിപ്പോയി. അപ്പോഴത്തേക്ക് മാമച്ചൻ പറഞ്ഞു, ഇവിടെ ഫോട്ടോ ഒന്നും വെക്കാത്ത വേറൊന്നും കൊണ്ടുമല്ല, അവനെ കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അവനെ ഫോട്ടോയിൽ കാണണ്ട, ഞങ്ങൾ രണ്ടുപേരും മേളിൽ ചെല്ലുമ്പോൾ അവനെ കണ്ടോളാം, അവന് താലോലിച്ചോളാം, അത് മതി, അല്ലാതെ അവൻ മരിച്ചെന്ന് വിശ്വസിക്കാനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അതാ ഒരു മാലയിട്ട് ഒരു ഫോട്ടോ പോലും ഇവിടെ വെക്കാത്തത് എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി എന്ത് ചെയ്തു, നേരെ ഗ്രേസിയിലെടുത്ത് എന്നിട്ട് സോറി പറയാണ് കേട്ടോ. അതെ, സോറി കേട്ടോ, ഞാൻ അറിയാതെ ചോദിച്ചതാന്ന് പറഞ്ഞപ്പം, അത് സാരമില്ല പോട്ടെ, ചോദിച്ചതൊക്കെ ചോദിച്ചു. എന്നിട്ട് നിനക്ക് എൻ്റെ മോൻ്റെ അല്ല ഈ മക്കളുടെ കാര്യം അറിയണ്ടേന്ന് ചോദിച്ചപ്പം അതെന്നോട് മാമച്ചൻ പറഞ്ഞു, അതുകൊണ്ട് എനിക്കൊന്നും അറിയണ്ട എന്നിങ്ങനെ പറയാണ്. ഏതായാലും ഗ്രേസിക്കും അങ്ങ് എന്തോ പോലെ ആയിപ്പോയി. അപ്പം നമ്മുടെ രേവതിക്ക് മനസ്സിലായി, ഇവരുടെ വിഷമങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ഗ്രേസി സത്യം പറഞ്ഞ ഈ ദേഷ്യവും എടുത്തോ കടിച്ചോ പിടിച്ചോ എന്നുള്ള സംസാരമൊക്കെ. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ അതെ വൈജയന്തിയുടെ വീട് തന്നെയാണ്. അപ്പം നമ്മുടെ മനുശങ്കർ വരികയാണ് കേട്ടോ. മനുശങ്കർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലേന്ദ്രമേനോൻ വെളിയിലേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുകയാണ്. അപ്പൊ രാവിലെ ഏകദേശം വരുന്നത്. അപ്പൊ മനുശങ്കർ വന്നത് ബാലേന്ദ്രമേനോൻ വന്നിട്ട്, നീ എത്തിയോടാ, നീ എപ്പോഴാണ് ബാംഗ്ലൂരിൽ നിന്ന് വന്നത്? അത് ഞാൻ ഇന്നലെ വന്നതാ. 2 ദിവസം ഇവിടെ കാണുമോ? കാണും. എന്നാ പിന്നെ ഇടയ്ക്ക് നീ കടയിലേക്കൊക്കെ ഇറങ്ങ. ഓ, എന്തിനാ അങ്ങോട്ടേക്ക് വരുന്നത്? അങ്ങോട്ടേക്ക് വന്നാൽ എനിക്ക് ബോറിങ്ങാ. നിനക്ക് ബോറാകും. അതെ, എനിക്ക് കടയും ഓഫീസൊക്കെ മാറ്റി വെച്ചിട്ട് നിന്റെ പുറകെ നടക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും അകത്തേക്ക് കയറിച്ചല്ലേ, ആൻറ്റി ഉണ്ട് എന്ന് പറയാം. ഈ ഒരു സമയത്ത് നമ്മുടെ മനുശങ്കർ നേരെ ചെല്ലുന്നത് മുത്തശ്ശിയുടെ അടുത്തേക്കാണ്. അങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട്, അതെ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കുക. നീ വന്നോ മോനെ, നീ എവിടെയായിരുന്നു? കുറച്ച് ദിവസം ആയില്ലോ എന്നെ കാണാൻ വന്നിട്ട്. നീ അത് പിന്നെ എനിക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ഇല്ലേ. അയ്യോ, ബാംഗ്ലൂർ ഓടണമെങ്കിൽ നീ വേണമല്ലോ അവിടെ. അല്ല, എങ്ങനെയുണ്ട് ഈ കാലിലെ കെട്ടൊക്കെ അഴിച്ചിട്ടൊന്ന് നടക്കട്ടെ നമുക്ക്? നടക്കണം, അതാ എൻ്റെ ആഗ്രഹം. അല്ല, ഞാൻ കൊണ്ടുതന്ന പെണ്ണെങ്ങനെയുണ്ട്? അലീന എങ്ങനെയുണ്ട്? അലീന നോക്കുന്നുണ്ടോ എൻ്റെ മുത്തശ്ശീനെ? തങ്കക്കുടം പോലത്തെ ഒരു പെണ്ണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല മോനെ. നീ എനിക്ക് വേണ്ടി ചെയ്ത് ഏതോ ഒരു പുണ്യം, അത് എത്രമാത്രം പുണ്യം കിട്ടുമെന്ന് അറിയാമോ നിനക്ക്? അതുപോലെ ഒരു പെണ്ണ്. ഇതുപോലെ പെണ്ണുങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അതുപോലെ ആ പെങ്കൊച്ചെന്നെ നോക്കുന്നത്. എന്നെ മാത്രമാണോ ഈ വീട്ടിലെ സകല പണിയും ചെയ്യിപ്പിക്കുക? ഈ അമ്മായിയമ്മ പോരെടുക്കല്ലേ, അതുപോലെയാ നിന്റെ അമ്മായി ആ പെണ്ണിനോട് പോരെടുക്കുന്നത്. പിന്നെ അവൾക്ക് ചെറിയ കുശുമ്പൊക്കെ കാണുമേ, കാരണം അവളുടെ മക്കളെക്കാളും സുന്ദരിയല്ലേ. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശി. എന്താ പറയേണ്ടത് ഞാൻ പറയുക തന്നെ ചെയ്യും. പിന്നെ ഉണ്ടല്ലോ, ആ പെണ്ണ് ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റാ. അത് നിന്റെ വൈജയന്തി അമ്മായി സമ്മതിച്ചു തരുകയും ചെയ്തു കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാം, അവള് നല്ല വല്ല കുടുംബത്തിലും ജനിച്ചതായിരുന്നുവെങ്കിലേ ആയിരുന്നുവെങ്കിൽ ബാക്കി പറ. അത് പറയണോ? പറ. അങ്ങനെ ആയിരുന്നെങ്കിൽ മോനെ, നിനക്ക് ഞാൻ ആലോചിച്ചേനെ. ഇത് കേട്ടത് ഓഹോ, മനസ്സിലിരിപ്പ് കൊള്ളാലോ. അപ്പൊ ഇങ്ങനെ ഓരോന്ന് ചിന്തിക്കുകയാണല്ലേ. അതെ, നല്ല കുടുംബത്തിൽ ജനിച്ചതാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയണ്ട, പക്ഷെ ആരും ഇല്ലാത്തവരല്ലേ നമ്മൾ നോക്കേണ്ടത്. എന്താടാ നീ പറഞ്ഞത്?
അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? അല്ല, മുത്തശ്ശി പറഞ്ഞത് കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതല്ലേ മുത്തശ്ശി, ഒരു തമാശ പറഞ്ഞല്ലേ, ഒരു തമാശ പോലും ഈ മനുവിന് മുത്തശ്ശിയോട് പറയാൻ പറ്റില്ലേ? ഓ, അവന്റെ ഒരു തമാശ എന്ന് പറഞ്ഞ് നമ്മുടെ മുത്തശ്ശി. അതൊക്കെ പോട്ടെ മോളെ, ദേ എന്റെ പൊന്നോ, ആ പെങ്കൊച്ചിനെ ഇവിടെ ഇട്ട് കൊല്ലാക്കൊല ചെയ്യുകയാണ്. നിന്റെ വൈജാന്റി ഇല്ലേ, എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് അറിയാമോ? ആ പെങ്കൊച്ചിന് വലിയൊരു നൈറ്റി എടുത്തോണ്ട് വന്ന് കൊടുത്തു. ബാലേന്ദ്രന്റെ കയ്യിൽ നിന്ന് അവൾക്ക് കേട്ടു. അവളുടെ പിള്ളാരക്കാലം സുന്ദരിയാണല്ലോ അവള്, അതുകൊണ്ട് തന്നെയാ മോനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ കുട്ടീനെ ഇട്ട് ഇവിടെ നക്ഷത്രക്കാലം എണ്ണിക്കുകയാണ്. പാവം, 10-25 വയസ്സുള്ള ഒരു പെൺകുട്ടിയല്ലേ, അതിന് ഇങ്ങനെയൊക്കെ ചെയ്യിക്കേണ്ട കാര്യമുണ്ടോ? ഈ വീട്ടിലെ സകല ജോലിയും ചെയ്യിക്കുക, തൂത്ത് തുടച്ച് വൃത്തിയാക്കി, കറി കഞ്ഞി വെള്ളം എല്ലാം, തുണി അലക്കാൻ കല്ലിൽ കൊണ്ടുപോയി തുണി ഇട്ട് കൊടുക്കുക, ഇതൊക്കെ തന്നെയാ പണി. കഷ്ടമുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓ, വൈജയന്തി ഇങ്ങനെയൊക്കെ ചെയ്യുവോ? വൈജയനെ നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ, അല്ലെങ്കിൽ വേലക്കാരികൾക്ക് കുറച്ച് തൊലിവെളുപ്പം ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഉള്ള പ്രശ്നമല്ലേ ഇതൊക്കെ? അത് തന്നെയാ മോനെ പ്രശ്നം, അത് തന്നെയാ പ്രശ്നം. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ മുത്തശ്ശിക്ക് എങ്ങനെയാ ഇത്രയും നെഗറ്റീവായ ഒരു മോളുണ്ടായത്? ശരിക്കും ആന്റിക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടോ? അങ്കിളിനോടുണ്ടോ? സ്വന്തം മക്കളോടുണ്ടോ? ആരോടെങ്കിലും ഉണ്ടോ? അതൊക്കെയുണ്ട്. എന്നോട് നല്ല സ്നേഹമാണെന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു പാവമാണെന്നേ, പഞ്ചപാവം. കൊച്ചു അഹങ്കാരം ഉണ്ടെന്നേ ഉള്ളൂ, മനസ്സ് ശുദ്ധവാ. ശരിയാ ശരിയാ ശരിയാ, പാവ പഞ്ചപാവ. ദേഷ്യം വരുമ്പോ കത്തി എടുത്ത് കുത്തി കൊല്ലുന്നേ ഉള്ളൂ, ആള് പാവ. പോടാ വന്ന് അവന്റെ ഒരു ഉപമ എന്നൊക്കെ പറയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ അലീന മുത്തശ്ശി മുത്തശ്ശി കാണാൻ ചേലുള്ള മുത്തശ്ശി, പാട്ട് പാടും മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് വാതിലിങ്ങ് തുറന്നതും ദേ നിൽക്കുന്നു നമ്മുടെ മനുശങ്കർ. ഞെട്ടിപ്പോയില്ലേ അലീന. ഏതായാലും നമ്മുടെ അലീനേനെ കണ്ടത് മനുശങ്കർ ആരിത് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണാമേ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരു ലൈക്കും കൂടെ ഒരു ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇനിയിപ്പം നമ്മൾ ഇടാൻ പോകുന്നത് അതിനുടെയും മാതച്ചന്റെയും അപ്കമിങ് വിശേഷമാണ്. അതിപ്പോൾ നമ്മൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മൾ നമ്മുടെ അലീനയുടെ നാളത്തെ പ്രമോ വിശേഷവുമായിട്ട് വരാം. അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.